ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിന് വേണ്ടിയാണ്. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിനുള്ള ബ്രസീലിന്റെ പോസിബിൾ ലൈനപ്പ് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. 6 മാറ്റങ്ങൾ ഡൊറിവാൾ ജൂനിയർ വരുത്തും എന്നാണ് ആ ഒരു പോസിബിൾ ലൈനപ്പിലൂടെ വ്യക്തമായിരുന്നത്. 6 മാറ്റങ്ങൾ തന്നെ വരുത്താനാണ് ഡൊറിവാൾ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ ചെയ്ത ആ ഒരു സാധ്യത 11-ൽ നിന്നും ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് മുന്നേറ്റ നിരയിൽ സാവിഞ്ഞോ ഉണ്ടായേക്കില്ല, മറിച്ച് കുഞ്ഞ ഇപ്പോൾ ഈ ഒരു ആദ്യ 11-ൽ വരുന്നു എന്നുള്ളതാണ്. മത്യാസ് കുഞ്ഞ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന സ്ട്രൈക്കറാണ്. അദ്ദേഹം വോൾവ്സിന് വേണ്ടിയൊക്കെ ഗംഭീര ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താരത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലൈനപ്പ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബെൻഡോ, ഇനി പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുമാരുടെ പൊസിഷനിൽ മുറില്ലോ വരുന്നു, അതുപോലെ തന്നെ മാർക്കിഞ്ഞോസും വരുന്നു. ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് അരാനയുണ്ട്, അതുപോലെ തന്നെ വെസ്ലി ഉണ്ട്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രയും ജോലിന്റനും അവിടെയുണ്ട്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലാണ് റഫീഞ്ഞ വരിക. അതുപോലെ തന്നെ വലത് വിങ്ങർ ആയിക്കൊണ്ട് റോഡ്രിഗോ ഉണ്ടാകും. ഇടത് വിങ്ങർ ആയിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ഉണ്ടാവുക. സ്ട്രൈക്കർ പൊസിഷനിലാണ് മത്യാസ് കുഞ്ഞ വരിക. ഇങ്ങനെയാണ് ബ്രസീലിന്റെ അർജന്റീനക്കെതിരെയുള്ള ഒരു ലൈനപ്പ് വരുന്നത്. സാധ്യമായ ഏറ്റവും മികച്ച ഒരു 11 തന്നെയാണ് ഡൊറിവാൾ ജൂനിയർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.